അങ്ങനെ 2 മാസത്തെ വെക്കേഷന് ശേഷം സ്കൂൾ തുറക്കാൻ വേണ്ടി പോവാണ് ജൂൺ ഫസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും മടി ഉണ്ടാവും. കാരണം ഈ 2 മാസം ചിലപ്പോൾ ഫുൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നെടുത്തുന്ന നമ്മുടെ റുട്ടീൻ ഒന്നുകൂടി ഓർഗനൈസ്ഡ് ആവാൻ അല്ലേ. ബാക്ക് ടു സ്കൂളാണ്. നമ്മൾ ഒന്നുകൂടെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോയി വൈകുന്നേരം വന്നു അല്ലേ, പിന്നെ നമ്മൾ വീണ്ടും പഠിച്ചു വീണ്ടും ഉറങ്ങി, അങ്ങനെ ഒന്ന് റുട്ടീൻ ബേസ്ഡ് ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മടി നമുക്ക് മാറ്റാൻ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എൻ്റെ മക്കൾ ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ചെയ്യുക. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ ഓൾറെഡി ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് വലിയ ക്ലാസ്സുകളും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട, ഒന്ന് പോയിട്ട് തന്നെ പഠിക്കണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഫസ്റ്റ് ഡേ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ടീച്ചേഴ്സ് ചിലപ്പം ക്ലാസ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ തരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര രീതിയിൽ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ അയ്യോ മടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഫസ്റ്റ് ഡേ കുറച്ച് നല്ല റിലാക്സ്ഡ് തന്നെ ആയിരിക്കും. പിന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബുക്ക്, ബാഗ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലഞ്ച് ബോക്സ്, നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. നോട്ട്ബുക്സ് ഒക്കെ ചില സ്കൂളിൽ നിന്നൊക്കെ നേരത്തെ പറയും ഇത്രയും നോട്ട്ബുക്സ് വേണം എന്നൊക്കെ. അങ്ങനെ നോട്ട്ബുക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്ത് റെഡിയാക്കി വെക്കുക. അല്ലാതെ സ്കൂളിൽ പോകാൻ നേരത്ത് ബാഗ് എവിടെ, ബുക്ക് എവിടെ, കുട എവിടെ അങ്ങനെ പറഞ്ഞ് നടക്കാതെ നിൽക്കേണ്ട. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെയാണ് വരാൻ വേണ്ടി പോണത്. അപ്പം മഴക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുടയും കാര്യങ്ങളൊക്കെ എപ്പോഴും കയ്യിൽ വെക്കുക. അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ ചാപ്റ്ററാണ് അല്ലേ. പുതിയ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മിസ് എല്ലാ ചാപ്റ്റേഴ്സും പുതിയതല്ലേ. അങ്ങനെയല്ല മിസ് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പലതും നമ്മുടെ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു ലെവലിൽ പോകുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കുറേ മിസ്റ്റേക്സ് കഴിഞ്ഞ ഓരോ വർഷങ്ങളിലായിട്ട് നമ്മൾ വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് മിസ്റ്റേക്സ് നല്ലതാണ്. കാരണം ഈ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കല്ല, നിങ്ങളുടെ കഴിഞ്ഞൊരു വർഷത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ആ തെറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ച ഓരോ പാഠങ്ങളുണ്ടാവും ഇല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു തെറ്റ്, അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം അത് മതി. ഓക്കെ, തെറ്റ് പറയണമെന്നില്ല. നിങ്ങൾ ആ തെറ്റിൽ നിന്ന് എന്ത് പാഠമാണ് പഠിച്ചത്. അപ്പോൾ ചിലർ പറയുന്നുണ്ടാകും ലാസ്റ്റ് മിനിറ്റിലായിരുന്നു ഞാൻ പഠിച്ചത്, അതിന് ഞാൻ ഈ അടുത്ത വർഷം ചെയ്യില്ല. ചിലർ പറയുന്നുണ്ടാകും ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു, ഇനി മുതൽ ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ തെറ്റുകളിൽ നിന്ന് എന്ത് പാഠമാണ് പഠിച്ചത്, എന്ത് ലെസൺ ആണ് നിങ്ങൾ ലേൺ ചെയ്തതെന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും നമ്മൾ എന്താണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ കറക്റ്റ് ആക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ന്യൂ ചാപ്റ്റർ ആണ് എന്നുള്ളത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്നലെ മുഴുവൻ തെറ്റായിരുന്നോ? അല്ല, ഇന്നലെ നമ്മൾ നല്ലതായിരുന്നു, ഇന്ന് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവും, നാളെ നമ്മൾ ബെസ്റ്റ് ആവും. ഓക്കെ, അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ തന്നെ ഇംപ്രവൈസ്ഡ് വേർഷൻസ് ആയിക്കൊണ്ടിരിക്കണം. അവളെപ്പോലെ ആവാനോ അവനെപ്പോലെ ആവാനോ നിൽക്കണ്ട, നമ്മുടെ ബെറ്റർ വേർഷൻ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ട്രൈ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയം തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നലേക്കാൾ ബെറ്റർ ആവണം, നിങ്ങളുടെ ഇന്നലത്തേക്കാൾ ബെസ്റ്റ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മിസ്റ്റേക്സ് എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ ആ ഒരു ജേണി, ഇനി മുന്നോട്ടുള്ള ജേണി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രസകരമായിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ചുകൂടി നമ്മുടെ ഈ തെറ്റുകളൊക്കെ, ഇപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാത്തതോ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചതോ ചോദ്യങ്ങൾ ചെയ്യാത്തതോ എക്സാംസ് അറ്റൻഡ് ചെയ്യാത്ത അങ്ങനത്തെ കുറേ മിസ്റ്റേക്സുകളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിൻ്റെ ബാച്ചസിൽ അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് ഇനി ഈ കഴിഞ്ഞ തെറ്റുകളൊന്നും തന്നെ നെക്സ്റ്റ് ഒരു ഇയറിൽ നമ്മൾ വരുത്താതെ നോക്കാം. എന്നാലും ചിലപ്പോൾ നമ്മൾ കണ്ണിൽ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് നമ്മൾ അതിൻ്റെ അടുത്ത വർഷം ക്ലിയർ ചെയ്യും. ഓക്കെ, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ കുട്ടിക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, നമ്മളിനി മടിയെല്ലാം മാറ്റി വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിലും ലൈവുകളിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ചാപ്റ്ററിന് വേണ്ടിയിട്ട്, ഒരു പുതിയ പേജ്, ഒരു പുതിയ ലെസണിന് വേണ്ടിയിട്ട് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു എന്താ പറയുക വർഷം തന്നെ ആവണം എൻ്റെ കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. സൂപ്പറായിട്ട് പഠിക്കാം.